15-ാം നൂറ്റാണ്ട് സഭാചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടം. ഇംഗ്ലണ്ടിലെ സഭ റോമാ സഭയുമായുള്ള തങ്ങളുടെ ബന്ധം പൂർണ്ണമായും വേർപെടുത്തിയ ഒരു സമയം. ആ നാളുകളിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന അൽമായ വിശ്വാസിയാണ് സെയിന്റ് തോമസ് മൂർ. തൻ്റെ ജോലിയേക്കാൾ, പദവിയേക്കാൾ, തൻ്റെ ജീവനേക്കാൾ ഏറെയായി സത്യവിശ്വാസത്തിനു വേണ്ടി നിലകൊണ്ട ഒരു വിശുദ്ധൻ. എ മാൻ ഫോർ ഓൾ സീസൺസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ വിശുദ്ധനെ കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കൂടുതലായി കാണുവാനായി പോകുക. എല്ലാവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. സെയിന്റ് തോമസ് മൂർ AD 1478 ഫെബ്രുവരി 7-ാം തീയതി ലണ്ടനിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് സർ ജോൺ മൂറും മാതാവ് ആഗ്നസുമായിരുന്നു. അവരുടെ 6 മക്കളിൽ രണ്ടാമനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. സർ ജോൺ മൂർ അന്ന് ആ നാട്ടിൽ അറിയപ്പെടുന്ന പ്രഗത്ഭനും വളരെ പ്രസിദ്ധനുമായ ഒരു വക്കീലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ജഡ്ജിയായി സ്ഥാനക്കയറ്റം ലഭിച്ചു. ചെറുപ്പത്തിൽ മാതാവിനോടും തന്റെ സഹോദരന്മാരോടുമുള്ള ജീവിതം ആത്മീയമായി ഏറെ വളരുവാൻ തോമസ് മൂറിനെ സഹായിച്ചു. അന്ന് ലണ്ടനിൽ ഏറെ അറിയപ്പെടുന്ന ഒരു സ്കൂളായിരുന്നു സെന്റ് ആന്റണി സ്കൂൾ. തോമസ് മൂർ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ആ സ്കൂളിൽ നിന്നായിരുന്നു. 1490 മുതൽ 1492 വരെയും അന്നത്തെ ലോർഡ്സ് ചാൻസലർ ആയിരുന്ന ജോൺ മോട്ടന്റെ വീട്ടിൽ നിന്നായിരുന്നു തോമസ് മൂറിന്റെ വിദ്യാഭ്യാസം. പഠിക്കാൻ ഏറെ സമർത്ഥനും വളരെ കഴിവുള്ളവനുമായ തോമസ് മൂറിനെ കുറിച്ച് ജോൺ മോട്ടിന് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. തോമസ് മൂറിന് സ്കോളർഷിപ്പ് ലഭിക്കുവാനായി ജോൺ മോട്ടിൻ സഹായിച്ചു. ഇതിനും പുറമെ ആ ചെറുപ്പക്കാരന്റെ കഴിവ് കണ്ട ജോൺ മോട്ടിൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിലേക്ക് അദ്ദേഹത്തെ ശുപാർശ ചെയ്യുകയും ചെയ്തു. 1492 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് തന്റെ പഠനം ആരംഭിച്ച തോമസ് മൂർ അവിടെ 2 വർഷക്കാലം പഠിച്ചു. ക്ലാസിക്കൽ വിദ്യാഭ്യാസം അദ്ദേഹം അവിടെ നിന്ന് നേടുകയുണ്ടായി. ഇതിനും പുറമെ ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളിലും അദ്ദേഹം പ്രാവീണ്യം നേടി. അവിടെയുള്ള വളരെ പ്രശസ്തരായ ടീച്ചേഴ്സായ ലീന ഗ്രേസിന്റെയും വില്യം ഗ്രോസിന്റെയും കീഴിൽ അദ്ദേഹം പഠിച്ചു. അങ്ങനെ തന്റെ വിദ്യാഭ്യാസ കാലഘട്ടം അദ്ദേഹം വളരെ ഭംഗിയായി ചെലവഴിച്ചു. അങ്ങനെ വളരെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുവാൻ അദ്ദേഹത്തിന് ദൈവാനുഗ്രഹം ലഭിച്ചു. 2 വർഷത്തെ ഓക്സ്ഫോർഡ് പഠനത്തിന് ശേഷം പിതാവിന്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ലണ്ടനിൽ നിയമപഠനം ആരംഭിച്ചു. മകനെ ഒരു വക്കീലായി കാണണമെന്നായിരുന്നു പിതാവിന്റെ ആഗ്രഹം. അതിനായി എന്തു സഹായവും ചെയ്യുവാൻ പിതാവ് തയ്യാറായിരുന്നു. പിതാവിന്റെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊണ്ട് തോമസ് മൂർ തന്റെ നിയമപഠനം അങ്ങനെ ലണ്ടനിൽ ആരംഭിച്ചു. 1496 ലിൻസ് ഓഫ് കോർട്ടുകളിൽ ഒന്നായ ലെങ്കൺസ്റ്റണിൽ അദ്ദേഹം ഒരു നിയമ വിദ്യാർത്ഥിയായി പഠനം ആരംഭിച്ചു. 1502 ബാറുകളിലേക്ക് വിളിക്കപ്പെടുന്നവരെയും അദ്ദേഹം അവിടെ തന്നെ താമസിച്ചു പഠിച്ചു. ഈ കാലഘട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തോമസ് മൂറിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. തോമസ് മൂറിന്റെ ആത്മീയ സുഹൃത്തായ റോട്ടർഡാമിലെ ദൈവശാസ്ത്രജ്ഞനായ ഡെസിഡെറിയസ് ഇപ്രകാരമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്: നിയമവിദ്യാർത്ഥി ആയിരിക്കെ തന്നെ പിതാവിന്റെ ഇഷ്ടത്തിന് വഴങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സന്യാസിയാകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന്. ആ ആഗ്രഹം അത്ര പെട്ടെന്നങ്ങ് ഉപേക്ഷിച്ച് കളയാൻ തോമസ് മൂർ തയ്യാറായില്ല. ലണ്ടൻ മതിലിന് പുറത്ത് 1503, 1504 കാലഘട്ടങ്ങളിൽ കർത്തൂസ്യൻ സന്യാസ സഭയ്ക്കടുത്ത് അദ്ദേഹം താമസിച്ചു. അവരുമായി അദ്ദേഹം ഇടപഴകി. അവരുടെ ആത്മീയ ജീവിതം അദ്ദേഹത്തെ വളരെ ആഴത്തിൽ സ്പർശിച്ചു. അവരുടെ ഭക്തിചര്യകൾ അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചു. എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹം തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞു. അതൊരു അൽമായ വിശ്വാസിയായി ജീവിക്കാനായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം ആ വിശുദ്ധാത്മാവിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന വഴികൾ മനസ്സിലാക്കുക. ഇത് അദ്ദേഹത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരെ കുറിച്ചും
ദൈവത്തിന് തൻ്റെതായ വ്യക്തമായ പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. അത് ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ നടപ്പായി കാണാനായി ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മൾ ആ പദ്ധതിയോട് സഹകരിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ തയ്യാറാകണം. എന്നാൽ മാത്രമേ ദൈവപ്രകാരമുള്ള ഒരു ജീവിതം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂ. സന്യാസ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയെങ്കിലും തൻ്റെ ആത്മീയ ജീവിതത്തിന് അദ്ദേഹം യാതൊരു കുറവും വരുത്തിയില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്രകാരമാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്: എല്ലാ ദിവസവും വളരെ നേരത്തെ എഴുന്നേൽക്കുകയും ദീർഘമായി പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ഉപവസിക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്യുമെന്ന്. അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിനോ ദൈവവുമായുള്ള ബന്ധത്തിനോ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഫ്രാൻസിസ്കൻ അൽമായ സഭ അദ്ദേഹത്തെ തങ്ങളുടെ ഒരു വിശുദ്ധനായിട്ടാണ് പരിഗണിക്കുന്നത്. പിന്നീട് തോമസ് മൂറിനെ കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദു എന്നാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ വാക്ക് കേൾക്കുമ്പോൾ, നമ്മൾ ഈ വിശുദ്ധന്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിന് ആ വിശുദ്ധൻ തൻ്റെ ജീവിതത്തിൽ കൊടുത്ത സ്ഥാനത്തെ നമ്മളെല്ലാവരും ആഴത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരുമായിക്കൊള്ളട്ടെ, നമ്മൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ അവസ്ഥ എന്തായിരുന്നാലും പരമപ്രധാനമായ കാര്യം ദൈവം നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുക എന്നതാണ്. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ വേരുപാകപ്പെട്ടും ക്രിസ്തുവിൽ വളർത്തപ്പെട്ടും അങ്ങനെ ജീവിതം നയിക്കേണ്ടവരാണ്. എന്നാൽ പലപ്പോഴും വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനം, പ്രഥമ സ്ഥാനം കർത്താവിന് നൽകുന്നതിൽ നമുക്ക് പരാജയമുണ്ടാകാറുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ പരാജയവും. നമുക്ക് ഈ വിശുദ്ധാത്മാവിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കാം. കർത്താവിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കാം. 1505 തോമസ് മൂർ ജോവാന ജെയിൻ കോൾട്ടിനെ വിവാഹം ചെയ്തു. അവർ ലണ്ടനിലെ സെയിന്റ് ജെയിംസ് കോൾബ്രാക്ക് ഇടവകയിൽ താമസമാക്കി. പിന്നീട് 1525 ചെൽസിയിലേക്ക് മാറുന്നതുവരെയും ഏകദേശം 20 വർഷക്കാലം അവിടെ തന്നെ താമസിച്ചു. തോമസ് മൂർ തൻ്റെ ഭാര്യയ്ക്ക് തുടർ വിദ്യാഭ്യാസം നൽകുകയും സാഹിത്യവും മറ്റു കലകളുമൊക്കെ പഠിപ്പിക്കുകയും ചെയ്തു. അവർക്ക് 4 മക്കളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ സന്തോഷം നിറഞ്ഞ ദാമ്പത്യ ജീവിതം അധികകാലം നീണ്ടുനിന്നില്ല. ജോവാന ജെയിൻ കോൾട്ട് 1511 പെട്ടെന്ന് മരിച്ചു. പിന്നീട് അദ്ദേഹം ആലിസ് മിഡിൽട്ടണിനെ വിവാഹം ചെയ്തു. എന്നാൽ ആ വിവാഹത്തിൽ അവർ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ പെൺകുട്ടികൾക്കും ആൺകുട്ടിയെപ്പോലെ തന്നെ വിദ്യാഭ്യാസം നൽകുവാൻ തോമസ് മൂർ ശ്രദ്ധിച്ചിരുന്നു. ഇത് മറ്റു കുലീന കുടുംബക്കാരെ ഏറെ സ്വാധീനിച്ചു. 1510 ലണ്ടനിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തോമസ് മൂർ തിരഞ്ഞെടുക്കപ്പെട്ടു. ജനങ്ങളെ സേവിക്കുന്നതിൽ ഏറെ താല്പര്യം കാണിച്ച തോമസ് മൂറിനെ കഴിവുറ്റ ഒരു ഭരണാധികാരിയായിട്ടാണ് ജനങ്ങൾ കണ്ടത്. അങ്ങനെ അവിടുത്തെ ജനങ്ങളുടെ സ്നേഹാദരവുകൾ പിടിച്ചുപറ്റുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ സമയത്ത് തന്നെ ദൈവശാസ്ത്രജ്ഞനായും എഴുത്തുകാരനായും അദ്ദേഹം പ്രശോഭിച്ചു. അദ്ദേഹത്തിന്റെ രചനകളിൽ ഏറെ പ്രശസ്തി നേടിയത് ഉട്ടോപ്യ എന്ന രചനയാണ്. ഇതിൽ ഭാവനാത്മകവും എന്നാൽ മാതൃകാപരവുമായ ഒരു ദ്വീപും അവിടുത്തെ ജനങ്ങളുടെ വാസത്തെയും കുറിച്ചാണ് അദ്ദേഹം പ്രതിപാദിച്ചത്. ഈ കൃതി നവോത്ഥാനത്തിന് ശേഷം വരെയും ആ ദേശങ്ങളിൽ ഏറെ പ്രചാരം നേടി. ഏറെ പേർ ഈ കൃതിയിൽ വളരെ ആകർഷകരായി വളരെയേറെ ആശയങ്ങൾ ഉൾക്കൊണ്ടു. അന്നത്തെ യൂറോപ്പിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വളരെ സ്വാധീനിക്കുന്നതായിരുന്നു ഈ കൃതിയുടെ ഉള്ളടക്കം. ഏറെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു ജീവിതമായിരുന്നു തോമസ് മൂറിൻ്റേത്. 1517 മുതൽ ഹെൻറി 8 രാജാവ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ കാണിച്ചു. അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകുകയും അങ്ങനെ തൻ്റെ വളരെ വിശ്വസ്തനായി കണക്കാക്കുകയും ചെയ്തു. തോമസ് മൂറിലുള്ള വിശ്വാസം ഏറെ വർദ്ധിച്ചപ്പോൾ 1529 അദ്ദേഹത്തെ ചാൻസലറായി നിയമിക്കുകയും ഇംഗ്ലണ്ടിന്റെ നോർത്തേൺ ഭാഗം രാജാവിന് വേണ്ടി ഭരിക്കുവാൻ അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു. എന്നാൽ തൻ്റെ ഈ ചാൻസലർ പദവിയിൽ ആയിരുന്നുകൊണ്ട് ജനങ്ങളെ ഭരിച്ച സമയത്ത് അദ്ദേഹം പാഷണ്ഡികളെ ശക്തമായി എതിർക്കുകയും ശിക്ഷിക്കുകയും സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. എൻ്റെ പ്രിയമുള്ളവരെ, തോമസ് മൂറിന്റെ ജീവിതത്തിൽ സത്യവിശ്വാസ പ്രബോധനം ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു. അതിന് വിരുദ്ധമായ ഒന്നിനെയും അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. അവയോടൊന്നും അദ്ദേഹം സഹിഷ്ണുത കാണിച്ചിരുന്നില്ല. എത്ര
ശക്തമായ, എത്ര മാതൃകാപരമായ ഒരു ജീവിതം. നമ്മുടെ ജീവിതത്തിലും സത്യപ്രബോധനത്തോട് നമുക്ക് ഈ രീതിയിലുള്ള ഒരു തീഷ്ണത വേണം. അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കാനായി വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ വളരെ പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം ആകെ മാറിമറിഞ്ഞത്. 1530 തൻ്റെ ആദ്യ ഭാര്യയായ ഖാദറിൽ നിന്നുള്ള വിവാഹബന്ധം വേർപെടുത്തരണമെന്ന് ഹെൻറി 8 രാജാവ് പോപ്പിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ കത്തോലിക്ക സഭയും പോപ്പും അതിന് തയ്യാറായില്ല. ഇത് സത്യവിശ്വാസത്തെ അനുകൂലിക്കുന്ന തോമസ് മൂറിന്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചു. പിന്നീട് വളരെ ദുരിതപൂർണമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാജാവ് പോപ്പിന് എഴുതിയ കത്ത് ഒപ്പിടാൻ തോമസ് മൂർ വിസമ്മതിച്ചു. ഇത് രാജാവിനെ വല്ലാതെ കോപാകുലനാക്കി. തന്നോടും തന്റെ രാജ്യത്തോടും തോമസ് മൂറിന് വേണ്ടത്ര വിശ്വസ്തയില്ല എന്ന് രാജാവ് കണക്കാക്കി. പിന്നീട് സഭയോടും പോപ്പിനോടും ചേർന്ന് നിന്ന ഇംഗ്ലണ്ടിലെ സഭാധികാരികളെ ഹെൻറി 8 രാജാവ് ശിക്ഷിച്ചത് രാജാവും തോമസ് മൂറും തമ്മിലുള്ള ബന്ധം വീണ്ടും അകലുവാൻ കാരണമാക്കി. അപ്പോഴേക്കും തോമസ് മൂർ ആ സത്യം, ആ ദുഃഖസത്യം മനസ്സിലാക്കി. രാജാവ് കത്തോലിക്ക സഭയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന്. 1532 കത്തോലിക്ക സഭയുമായുള്ള ബന്ധം വിടർത്താൻ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടരുന്ന രാജാവിനോടൊത്ത് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് തോമസ് മൂർ മനസ്സിലാക്കി. അങ്ങനെ ഏറെ ദുഃഖത്തോടെ തന്റെ രാജ്യം അദ്ദേഹം രാജാവിന് സമർപ്പിച്ചു. ഇത് രാജാവിനെ വീണ്ടും കോപാകുലനാക്കി. തന്നോടുള്ള വിശ്വസ്തത തീരെ ഇല്ല എന്ന് രാജാവ് വിധി എഴുതി. 1533 പുതിയ രാജ്ഞിയായ ആനി ബോളിന്റെ കിരീടധാരണ ചടങ്ങിൽ നിന്ന് തോമസ് മൂർ വിട്ടുനിന്നത് രാജാവിനെ വീണ്ടും അസ്വസ്ഥനാക്കി. തന്നെയും രാജ്ഞിയെയും അപമാനിക്കുന്നതിന് തുല്യമായി അദ്ദേഹം കണക്കാക്കി. എന്നാൽ തോമസ് മൂർ ഇതൊന്നും കാര്യമാക്കിയില്ല. ദൈവവിശ്വാസത്തിൽ അടിയുറച്ച അദ്ദേഹം സഭയോട് ചേർന്നു നിന്നു. രാജാവ് എന്തു വിചാരിക്കുമെന്നോ തന്റെ ഭാവിയിൽ അത് അപകടമായി മാറുമെന്നോ ഒന്നും അദ്ദേഹം കണക്കുകൂട്ടിയില്ല. അദ്ദേഹം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. ആ ദൈവവിശ്വാസം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. തനിക്ക് ആംഗ്ലിക്കൻ സഭയുടെ മേലും രാജ്യത്തിന്റെ മേലുമുള്ള പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി രാജാവിന് തോമസ് മൂറിന്റെ ഈ നടപടിയെ തോന്നി. അതിനാൽ അദ്ദേഹം തോമസ് മൂറിനെതിരെ അനവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തോമസ് മൂറിനെ ശിക്ഷിക്കാനായി പദ്ധതിയിട്ടു. ആദ്യമായി തോമസ് മൂറിന് എതിരെ ഉന്നയിച്ച ആരോപണം അദ്ദേഹം കൈക്കൂലി വാങ്ങി എന്നതായിരുന്നു. എന്നാൽ കാര്യമായ തെളിവുകളൊന്നും ഹാജരാക്കാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ അത് പരാജയപ്പെട്ടു. പിന്നീട് അവർ ഉന്നയിച്ച ആരോപണം രാജാവിനെതിരെ ഗൂഢാലോചന നടത്തി എന്നതായിരുന്നു. ഇതിനായി എലിസബത്ത് എന്ന ഒരു കന്യാസ്ത്രീയുമായി തോമസ് മൂർ സംസാരിക്കുകയും അങ്ങനെ പല പല നടപടികളിലേക്കും തോമസ് മൂറും ആ കന്യാസ്ത്രീയും നീങ്ങിയെന്നും അവർ ആരോപിച്ചു. എലിസബത്ത് ബാർട്ടൺ എന്ന ഈ കന്യാസ്ത്രീ രാജാവിനെയും ആനി ബോളിനെയും നിശിതമായി കുറ്റപ്പെടുത്തി സംസാരിച്ച വ്യക്തിയായിരുന്നു. എന്നാൽ രാജ്യകാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കന്യാസ്ത്രീക്ക് തോമസ് മൂർ എഴുതിയ കത്ത് അദ്ദേഹം ഹാജരാക്കിയതോടുകൂടി അവരുടെ ആ വാദവും പൊളിഞ്ഞു. 1534 ഏപ്രിൽ 13 തോമസ് മൂറിനോട് ഒരു പ്രതിജ്ഞയിൽ ഒപ്പിടാൻ രാജാവ് ആവശ്യപ്പെട്ടു. ആ പ്രതിജ്ഞയിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ഇവയായിരുന്നു: ആനി ബോളിന്റെ രാജ്ഞിപദം നിയമാനുസൃതമാണെന്ന് അംഗീകരിക്കുക, രാജാവിന് ഖാദറിൽ നിന്നുള്ള വിവാഹമോചനം അതും ശരിയാണെന്ന് അംഗീകരിക്കുക, മൂന്നാമതായി രാജാവിനെ ആംഗ്ലിക്കൻ സഭയുടെ തലവനായി സ്വീകരിക്കുക. ജ്ഞാനിയും ദൈവഭയവും ഉള്ള തോമസ് മൂർ ഇതിൽ രാജാവും ആനി ബോളുമായുള്ള വിവാഹം അംഗീകരിച്ചു. എന്നാൽ രാജാവിന്റെ വിവാഹമോചനത്തെയോ അദ്ദേഹത്തിന്റെ സഭയിലുള്ള പരമാധികാരത്തെയോ അംഗീകരിക്കുവാൻ തോമസ് മൂർ തയ്യാറായില്ല. രാജാവ് ഏറെ ബലം പ്രയോഗിച്ചിട്ടും അദ്ദേഹം അതിന് വശംവദനായില്ല. അദ്ദേഹത്തിന്റെ ചിന്താഗതി പ്രകാരം സഭയുടെ തലവനാകുക എന്നത് സാധാരണക്കാരായ വ്യക്തികൾക്ക് സാധിക്കുന്ന കാര്യമല്ല. അത് ദൈവത്താൽ നിയമിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത്. ഈ സാഹചര്യത്തിലും അദ്ദേഹം റോമാ സഭയുമായുള്ള തന്റെ ബന്ധം വേർപെടുത്തുവാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസം ഇപ്രകാരമായിരുന്നു: ദൈവം തന്റെ സഭ പണിതത് പത്രോസിന്റെ മേലാണ്. ഈ പത്രോസിന്റെ സിംഹാസനം അത് റോമിലാണ്. അങ്ങനെ സഭയുടെ ആസ്ഥാനം റോമാണ് എന്ന് അദ്ദേഹം അരക്കെട്ടിട്ട് ഉറപ്പിച്ചു. തന്റെ വിശ്വാസത്തിൽ നിന്ന് അദ്ദേഹം ഒരടി പോലും പുറകോട്ട് പോകുവാൻ
തയ്യാറായില്ല. ഈ സംഭവങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ അറസ്റ്റിലാണ് കലാശിച്ചത്. അവർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ലണ്ടൻ ടവറിൽ പൂട്ടിയിട്ടു. ജൂലൈ 1 തീയതി അദ്ദേഹത്തിന്റെ വിസ്താരം ആരംഭിച്ചു. അദ്ദേഹത്തെ വിസ്തരിച്ച കോടതിയിൽ ജഡ്ജിമാരായി ആനിബോളിന്റെ സഹോദരനും പിതാവും അങ്കിളും ഉണ്ടായിരുന്നു. അവർ ഏറെ കള്ളസാക്ഷികളെയും കള്ളത്തെളിവുകളും ഒക്കെ ഹാജരാക്കി ഒരുപാട് കുറ്റാരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചു. എന്നാൽ തോമസ് മൂർ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ആരോപണങ്ങളെയെല്ലാം വളരെ ധീരമായി നേരിട്ടു. അവയെല്ലാം പരാജയപ്പെടുത്തുക തന്നെ ചെയ്തു. എന്നാൽ അതൊന്നും ഉൾക്കൊള്ളുവാൻ ആ ജഡ്ജിമാർ തയ്യാറായില്ല. വെറും 15 മിനിറ്റ് കൊണ്ട് വിസ്താരം പൂർത്തിയാക്കി അവർ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുവാനായി വിധിച്ചു. അന്നത്തെ നിയമപ്രകാരം രാജ്യദ്രോഹ കുറ്റത്തിന് കൊടുക്കുന്ന പരമാവധി ശിക്ഷയായിരുന്നു തൂക്കിലേറ്റൽ എന്നത്. ഇത്ര വലിയ ഈ ശിക്ഷ കേട്ടിട്ടും തോമസ് മൂറിന് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. അദ്ദേഹം വളരെ ശാന്തനായി നിലകൊണ്ടു. തന്റെ ഈ ശിക്ഷാവധിയിൽ നിന്ന് തന്നെ ഒഴിവാക്കാനായി അദ്ദേഹം അപേക്ഷിച്ചില്ല. താൻ പറഞ്ഞ കാര്യങ്ങളിലും തന്റെ നിലപാടുകളിലും യാതൊരു മാറ്റവും വരുത്തിയില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും തന്റെ നിലപാടുകളിൽ, കർത്താവിനോടുള്ള സ്നേഹത്തിൽ, തന്റെ വിശ്വസ്തതയിൽ യാതൊരു കുലുക്കവും ആ വ്യക്തിക്ക് ഉണ്ടാകുകയില്ല. ദൈവം ആ വ്യക്തിയെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. നുണയോടും വചനങ്ങളോടും കൂട്ടുകൂടുവാൻ ഒരിക്കലും ആ വ്യക്തിക്ക് സാധിക്കുകയില്ല. താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി സത്യവിശ്വാസം തള്ളിപ്പറയുവാനും ആ വ്യക്തിക്ക് ഒരിക്കലും സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ ഹെൻറി 8-ാമൻ രാജാവിന് തോമസ് മൂറിന്റെ ഈ ഒരു അവസ്ഥയിൽ വളരെ വേദനയുണ്ടായിരുന്നു. എന്നാൽ തന്റെ രാജ്യസ്ഥാനത്തെ പ്രതിയും തന്റെ സുഖജീവിതത്തെ പ്രതിയും അദ്ദേഹം തോമസ് മൂറിനെ സഹായിക്കുവാനോ മറ്റു തീരുമാനങ്ങൾ എടുക്കുവാനോ തയ്യാറായില്ല. ഒടുവിൽ ഹെൻറി 8-ാമൻ രാജാവ് തോമസ് മൂറിന്റെ ശിക്ഷാവിധിയെ ശിരച്ഛേദനം നടത്തി കൊല്ലാനായി തീരുമാനമെടുത്തു. അദ്ദേഹത്തെ കൊല്ലുവാനായി അവർ സ്കാഫോൾഡ് എന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പോകുംവഴി അദ്ദേഹം ആരാച്ചന്മാരോട് ഏറെ തമാശകൾ പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിലുള്ള ദൈവികത മനസ്സിലാക്കിയ ആരാച്ചർ മുട്ടുകുത്തി നിന്ന് അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. ആ ആരാച്ചറുടെ മേൽ കുരിശു വരച്ച് അദ്ദേഹം ആ വ്യക്തിയെ അനുഗ്രഹിച്ചു. അദ്ദേഹം തമാശ രൂപേണ അവരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ എന്നെ മുകളിലേക്ക് കയറാനായി സഹായിക്കുക, താഴേക്ക് തന്നെ വന്നുകൊള്ളാമെന്ന്. തന്റെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തി ജീവൻ രക്ഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തന്റെ അടുത്തേക്ക് വന്ന മൂത്ത മകളോടും അതുപോലെ തന്നെ ആ രീതിയിൽ സംസാരിച്ച ഭാര്യയോടും അദ്ദേഹം ധീരതയോടും സൗമ്യതയോടും കൂടി ദൈവത്തെക്കുറിച്ചും സത്യവചനത്തെക്കുറിച്ചും സംസാരിച്ചു. അദ്ദേഹം അങ്ങനെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവർക്ക് ഒരു മാതൃകയായി തീരുകയായിരുന്നു. 1535 ജൂലൈ 6 തീയതി ശിരച്ഛേദനം ചെയ്യപ്പെട്ട് ആ പുണ്യാത്മാവ് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അവർ അദ്ദേഹത്തിന്റെ ശരീരം അടക്കം ചെയ്തത് സെന്റ് പീറ്റർ ചാപ്പൽ അഡ്വിൻ കുളയിലാണ്. 1886 അദ്ദേഹത്തെ പോപ്പ് ലിയോ 13-ാമൻ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1935 മെയ് 19 തീയതി പയസ് 11-ാമൻ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ജൂൺ 22-നാണ് സഭയിൽ ഈ വിശുദ്ധന്റെ ഫീസ്റ്റ് ആചരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ തോമസ് മൂർ എന്ന ഈ വിശുദ്ധന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഏവർക്കും മനസ്സിലാകുന്ന കാര്യം, സഭയിൽ നമ്മുടെ പൊസിഷൻ എന്തായിരുന്നാലും, നമ്മളൊരു സാധാ വിശ്വാസി ആയിരുന്നാലും കർത്താവിന് വേണ്ടി ജീവിക്കുവാനും കർത്താവിന് സാക്ഷ്യം കൊടുക്കുവാനും നമ്മൾ ഏവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സന്യാസിയാകാൻ ആഗ്രഹിച്ച് സന്യാസാലയത്തിലേക്ക് കടന്നുപോയ തോമസ് മൂറിന് അവിടെ തുടരുവാനായി സാധിച്ചില്ല. അദ്ദേഹം ഒരു കുടുംബജീവിതമാണ് നയിച്ചത്. എന്നാൽ ആ കുടുംബജീവിതത്തിലും വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി തന്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുമായി കർത്താവിനെ കരുതിക്കൊണ്ട് ഈശോയ്ക്ക് പ്രിയങ്കരനായി അദ്ദേഹം ജീവിച്ചു. സഭയ്ക്ക് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. സഭാ പ്രബോധനങ്ങളോട് അദ്ദേഹം വിശ്വസ്തത കാണിച്ചു. അതിൽ നിന്ന് ഒരു അണുവിട പോലും ചലിക്കുവാൻ ആ വിശുദ്ധാത്മാവ് തയ്യാറായില്ല. ദൈവത്തെയും ദൈവത്തിന്റെ സഭയെയും തന്റെ ജോലിയെയും സ്ഥാനത്തെയും എന്തിനേറെ പറയുന്നു, തന്റെ ജീവനേക്കാൾ ഏറെ ഉപരിയായി അദ്ദേഹം മാനിച്ചു, കരുതി, അതിനായി തന്റെ ജീവിതം സമർപ്പിച്ചു. ഈ വിശുദ്ധാത്മാവിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്കേവർക്കും നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന്റെ രാജ്യത്തിനായി,
കർത്താവിൻ്റെ സഭയ്ക്കായി സമർപ്പിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.